Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സ്മാർട്ട് വാച്ചാണ്. Amazfitന്റെ ഏറ്റവും പുതിയ GTS 2 മിനി സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ Amazfitന്റെ GTS എന്ന് പറഞ്ഞ സീരീസ് ഈ വർഷം ആദ്യം ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ ഒരു GTS 2 സീരീസിൽ വാച്ചുകൾ ഇറക്കാൻ തുടങ്ങി. ഇപ്പോൾ പുതിയതായി ഇറക്കിയതാണ് GTS 2 സീരീസിൽ. അതിലെ ഏറ്റവും അഫോർഡബിൾ ആയ സ്മാർട്ട് വാച്ചാണ് GTS 2 മിനി. അപ്പോൾ GTS 2 മിനിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 6,999 രൂപ, അതായത് 7,000 രൂപേൻ്റെ അടുത്ത് വരും ഇതിൻ്റെ പ്രൈസിങ്. അപ്പോൾ ഈ പ്രൈസിന് വേർത്താണോ, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ Amazfit GTS 2 മിനി അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് Amazfit GTS 2 മിനി എഴുതി ചെയ്യണം. പിന്നെ സൈഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സൈക്കിൾ ട്രാക്കിംഗ്, അതായത് ഫീമെയിൽസിന് മെൻസ്ട്രുവൽ സൈക്കിൾ ട്രാക്കിംഗ് ഉണ്ട്. പിന്നെ 24 hour ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്. സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്. 14 day ബാറ്ററി ലൈഫാണ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാം സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഡിസൈൻ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ബ്ലഡ് ഓക്സിജൻ ലെവൽ മോണിറ്ററിംഗ്, അതായത് SpO2, പിന്നെ 70+ സ്പോർട്സ് മോഡ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നത്. അപ്പോൾ നമ്മുടെ ഇതിലുള്ളത് ഫ്ലാമിംഗോ പിങ്ക് എന്ന് പറഞ്ഞ കളറാണ്, ഒരു പിങ്കിഷ് കളറാണ്. അതേപോലെ തന്നെ ഗ്രീനുണ്ട്, സേജ് ഗ്രീനുണ്ട്, ബ്ലാക്ക് കളറും ഉണ്ട്. അപ്പോൾ ഇതാണ് കളറ്, ഒരു പിങ്കിഷ് കളർ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ തുറന്ന് നോക്കാം എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു മാനുവലാണ്, വളരെ ഒരു ഡീറ്റെയിൽഡ് ആയ മാനുവലാണ്, പല ലാംഗ്വേജസിലുള്ള ഒരു മാനുവലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് വാച്ചാണ്. ഇതാണ് നമ്മുടെ വാച്ച് GTS 2 മിനി. പിന്നെ നമുക്ക് കിട്ടുന്നത് ചാർജറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന പ്രൊപ്പറേറ്ററി ചാർജിങ്, USB കേബിൾ വഴി നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഇതിനുള്ളിൽ 2 പിന്ന് ഉണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് 2 പോയിൻ്റ് ഉണ്ട്. അതിലേക്ക് നമുക്ക് ജസ്റ്റ് മാഗ്നറ്റിക് ലാച്ചാണ്, അതിങ്ങനെ ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വാച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മെയിൻ ഇൻ്റർഫേസ്. ആക്ച്വലി ഞാൻ വാച്ച് ഫേസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ഡിസൈൻ നോക്കാം. നല്ലൊരു സ്ക്വയറിഷ് കൈൻഡ് ഓഫ് ഡിസൈനാണ്, കേർവ്ഡ് എഡ്ജസ് ആണ് വരുന്നത്. നമുക്കിവിടെ 2.5D ഗ്ലാസ് ആണ് ഡിസ്പ്ലേയിൽ വരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്, അത് ഞാൻ പിന്നീട് പറയാം. പിന്നെ ഇതിൻ്റെ സൈഡിലൊരു ഗോൾഡൻ ഫിനിഷ് അല്ലെങ്കിൽ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇത് അലുമിനിയം ആൻഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ബാക്ക് പാനൽ പ്ലാസ്റ്റിക് ആണ്, ഇവിടെ നമുക്ക് അലുമിനിയം ചാസിയാണ്. ഇവിടെ ഒരു ബട്ടൺ കാണാം മെനു ഓപ്ഷൻസ് എടുക്കാൻ. പിന്നെ ഇതിൻ്റെ ബാക്ക് പാനലിൽ നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസിങ്ങും പിന്നെ ചാർജിങ് പോർട്സും ആണ് വരുന്നത്. പിന്നെ നമുക്ക് സ്ട്രാപ്പ് ആക്ച്വലി വളരെ അനായാസം ഊരാട്ടോ. ആക്ച്വലി റിമൂവ് ചെയ്ത് നമുക്ക് സ്ട്രാപ്പെല്ലാം ഇതിന് കോമ്പാറ്റബിളായ സ്ട്രാപ്പ് മാറ്റി നമുക്ക് എളുപ്പത്തിൽ ഇടാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രാപ്പ് കസ്റ്റമൈസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സ്ട്രാപ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി അത് ഡിസ്പ്ലേ നല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല ക്വാളിറ്റിയാണ്, നല്ല തിൻ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ്. വാച്ചിൻ്റെ സ്ട്രാപ്പ് ആണെങ്കിൽ നല്ലൊരു ഫിനിഷാണ്, ഒരു സിലിക്കോൺ ബാൻഡ് ആണെങ്കിൽ നല്ലൊരു ഫിനിഷാണ് വരുന്നത്. ഇനി ഇതിനകത്ത് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത് ഇതിനകത്ത് വരുന്നത് 1.55 inches AMOLED ഡിസ്പ്ലേ ആണ്. വളരെ വൈബ്രൻറ്റ് ആൻഡ് കളർഫുൾ ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽസ് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇൻഡോർ യൂസേജിലൊക്കെ എനിക്ക് ആക്ച്വലി ബ്രൈറ്റ്നസ് ലെവൽസ് കുറയ്ക്കേണ്ടി വന്നു. ആക്ച്വലി അത്രയും ബ്രൈറ്റ് ഒരു ഡിസ്പ്ലേ ആണ്, നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ച് ടച്ച് റെസ്പോൺസൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിലും വളരെ ഒരു മികച്ച ഡിസ്പ്ലേ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നല്ല ബ്രൈറ്റ്നസ് ലെവൽസും നല്ല ഡീപ്പ് ബ്ലാക്സും ആണ് വരുന്നത് AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ നല്ലതാണ്. ടച്ച് റെസ്പോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ലതാണ്. പിന്നെ വ്യൂയിങ് ആംഗിൾസ് ഉണ്ടല്ലേ, വളരെ മികച്ച വ്യൂയിങ് ആംഗിൾസ് ആണ് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇൻ ഹാൻഡ് ഫീല് ഈ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 2.5D ഗ്ലാസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കാം. അപ്പോൾ മെയിൻ ഇൻ്റർഫേസ് നമ്മൾ ടോപ്പിൽ നിന്ന് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, പിന്നെ അലാം സെറ്റ് ചെയ്യാനും ബ്രൈറ്റ്നസ്സും പിന്നെ കുറച്ച് സെറ്റിങ്സ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ആക്ടിവിറ്റി കാണാം, ഹാർട്ട് റേറ്റ് സെൻസിങ് കാണാം, കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്. പിന്നെ ബ്ലഡ് ഓക്സിജൻ ലെവൽ നമുക്ക് മെഷർ ചെയ്യാം. SpO2 എന്ന് പറയുന്നതാണ് ബ്ലഡ് ഓക്സിജൻ ലെവൽ. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റ് ആണ്. അതുകൂടാണ്ട് തന്നെ സ്ട്രെസ് ലെവലാണ്. ഇപ്പോൾ നമ്മുടെ ബോഡി എത്രത്തോളം സ്ട്രെസ്ഡ് ഔട്ട് ആണെന്നുള്ളത് അത് കാണാം. ഓവർ സ്ട്രെസ്ഡ് ആണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ സ്ട്രെസ് ലെവൽ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ PAI, അത് പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു സ്കോറാണ്. ആക്ച്വലി 100 ആണ് നമുക്ക് എത്തിച്ചേരേണ്ട ഒരു വാല്യൂ. ഇത് ഞാൻ മെഷർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ജസ്റ്റ് 4 കാണിക്കണം. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ 100 എത്തിക്കുക എന്നുള്ളതാണ് PAI, അതായത് പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ്. അപ്പോൾ നമ്മൾ വർക്കൗട്ടും നമ്മുടെ എക്സസൈസും എല്ലാം കൊണ്ടും തന്നെ ഉള്ളൊരു ഇതാണ്. പിന്നെ വെതർ ഉണ്ട്. പിന്നെ നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ഫോണിൽ പ്ലേ ചെയ്യുന്ന സോങ് ഇവിടെ ആക്ച്വലി എനിക്ക്
കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ സൗണ്ട് ഇൻക്രീസ് ചെയ്യാനും സൗണ്ട് റെഡ്യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത് പർട്ടിക്കുലർലി യൂസ്ഫുൾ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഓടുകയാണെങ്കിൽ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോൺ എടുക്കാണ്ട് തന്നെ വാച്ചിൽ തന്നെ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാം, അതേപോലെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം, നെക്സ്റ്റ് ഓർ പ്രീവിയസ് സോങ്ങിലേക്ക് പോകാവുന്നതാണ്. പിന്നെ നമുക്ക് താഴെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ നോട്ടിഫിക്കേഷൻസ് വരും, SMS അങ്ങനെ എല്ലാ നോട്ടിഫിക്കേഷൻസ് വരും. പക്ഷേ നമുക്ക് കോളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ മാത്രമേ വരുള്ളൂ. ഇനി നമുക്ക് മെയിൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മെയിൻ മെനു കാണാം, ആക്ടിവിറ്റി ഗൂഗിൾ കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആക്ടിവിറ്റി ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും, എത്ര സ്റ്റെപ്സ് നടന്നു, എത്ര വർക്കൗട്ട് ടൈം ഉണ്ടായിരുന്നു, എല്ലാം തന്നെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കാണുന്നത് പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കോറാണ്. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്ലീപ്പ് ട്രാക്കിംഗ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്ര സമയം ഉറങ്ങി, അത് എപ്പോഴാണ് ഉറങ്ങിയത്, എത്ര സ്ലീപ്പ് ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാം തന്നെ നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വർക്കൗട്ട് മോഡ്സ് ആണുള്ളത്. വർക്കൗട്ട് മോഡ്സിൽ ഒരുപാട് വർക്കൗട്ട് മോഡ്സുകൾ, ഇൻഫാക്ട് 70+ വർക്കൗട്ട് മോഡ്സ് ആണ് വരുന്നത്. ഔട്ട്ഡോർ റണ്ണിങ്, ട്രെഡ്മിൽ, ഔട്ട്ഡോർ സൈക്ലിംഗ്, ഇൻഡോർ സൈക്ലിംഗ്, വാക്കിംഗ്, പൂൾ സ്വിമ്മിങ്, യോഗ, ഫ്രീ എക്സസൈസ്, റൂയിങ്, ക്ലൈംബിങ്, അങ്ങനെ ഒരുപാട് സ്പോർട്സ് ഉണ്ട്. ബാഡ്മിൻ്റന്, പിന്നെ സ്പോർട്സിൽ പോയി കഴിഞ്ഞാൽ സൈക്ലിംഗ് സ്പോർട്സ്, ഇൻഡോർ സ്പോർട്സ്, സ്വിമ്മിങ് സ്പോർട്സ്, അങ്ങനെ 70 പരം മോഡ്സാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏത് വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് മോഡ്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് GPS ഉണ്ട്. ആക്ച്വലി GPS ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മോഡ്സൊക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഔട്ട്ഡോർ ഒരു റണ്ണിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ GPS വഴി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്ത വർക്കൗട്ടിൻ്റെ ട്രാക്കിങ് എല്ലാം വളരെ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. GPS ട്രാക്കിംഗ് ഉണ്ട് ഇതിനകത്ത്. അതുകൂടാണ്ട് തന്നെ പിന്നെ വരുന്ന ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് SpO2, അതായത് ബ്ലഡ് ഓക്സിജൻ ലെവൽ. നമ്മൾ ഫോൺ വാച്ച് ഒന്ന് ടൈറ്റായിട്ട് വെയർ ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യണം, അപ്പോഴേ ആക്ച്വലി ബ്ലഡ് ഓക്സിജൻ ലെവൽ പ്രോപ്പറായിട്ട് മെഷർ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് ലെവൽസ്, ബ്രീത്തിങ് എക്സസൈസ്, സൈക്കിൾ ട്രാക്കിംഗ്, അത് ഫീമെയിൽസിന്, ലേഡീസിന് മെൻസ്ട്രൽ സൈക്കിൾസ് മാനേജ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ അലാംസ് സെറ്റിങ്സ്, മോറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വെതർ, മ്യൂസിക്, കൗണ്ട് ഡൗൺ, പിന്നെ കോമ്പസ് ഉണ്ട്, ഫൈൻഡ് മൈ ഫോൺ ഉണ്ട്, ക്യാമറ റിമോട്ടായിട്ട് വാച്ചിന് യൂസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് കൗണ്ടിങ്ങിൻ്റെ ആക്യുറസി പറഞ്ഞു വെച്ചാൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ എൻ്റെ ഓപ്പോ വാച്ച് ഉണ്ടല്ലോ, ഇതൊരു ആൻഡ്രോയിഡ് വെയർ വാച്ചാണ്. ഇത് ആക്ച്വലി പ്രീമിയം വാച്ചാണ്, അറൗണ്ട് 20,000 റുപ്പീസിൻ്റെ വാച്ചാണ്. അപ്പോൾ അതായിട്ട് ഞാൻ കമ്പയർ ചെയ്തായിരുന്നു ഇതിൻ്റെ സ്റ്റെപ്സ് ട്രാക്കിങ്. വളരെ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. 100 സ്റ്റെപ്സ് നടന്നപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ഇത് 94-95 വരെ റെക്കോർഡ് ചെയ്തു. അത് നല്ല ആക്യുറസി ലെവൽസാണ്. അതേപോലെ തന്നെ ബ്ലഡ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും വളരെ നല്ല രീതിയിലാണ്, വളരെ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആക്യുറസി ലെവൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു പെർഫോമിങ് സ്മാർട്ട് വാച്ച് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ബ്ലഡ് അല്ല, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്റ്റെപ്സ് ട്രാക്കിംഗ്, അതേപോലെ തന്നെ GPS ട്രാക്കിംഗ് എല്ലാം കൊണ്ട് തന്നെ വളരെ നല്ല ഒരു മികച്ച വാച്ചാന്ന് നമുക്ക് പറയാം. ഇതിനകത്തൊരു ആപ്പ് ഉണ്ട്. ആക്ച്വലി ആപ്പും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിനു മുമ്പേ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ചും കൂടെ പറയാം. ഇതിനകത്ത് വരുന്നത് ഒരു 220 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. കമ്പനി അവകാശപ്പെടുന്നത് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 14 days ബാറ്ററി ലൈഫാണ് കിട്ടുന്നത്. അപ്പോൾ റെഗുലർ യൂസേജിൽ നമുക്കൊരു 10 days ഒക്കെ കിട്ടും. അതായത് വലിയൊരു നോട്ടിഫിക്കേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ബേസിക് വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഒരു 7 to 8 അല്ലെങ്കിൽ ഒരു 10 days അടുത്തൊക്കെ കിട്ടും. ഹെവി വർക്കൗട്ട്, അതായത് ഒരു ദിവസം തന്നെ ഒരുപാട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 4 to 5 ദിവസം നമുക്ക് ബാറ്ററി കിട്ടും. അതും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 14 ദിവസം കിട്ടാൻ കുറച്ച് പാടാണ്. കാരണം നമ്മൾ അത്രയും മിനിമൽ യൂസ് ആണെങ്കിൽ മാത്രമേ 14 ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും. അതൊരു സ്മാർട്ട് വാച്ച് എന്നുള്ള രീതിയിൽ നല്ലതാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ പിന്നെ ചാർജ് ചെയ്യാൻ 2 hours എടുക്കും. അതാണ് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ ആപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ആപ്പ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്പിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും കാണാം. ബ്ലഡ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്ട്രെസ് ലെവൽസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇൻകമിങ് കോൾ അലേർട്സ്, അതേപോലെ തന്നെ ആപ്പ് അലേർട്സ്, വൈബ്രേഷൻ, പിന്നെ വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാം. നമുക്കിവിടെ ഒരുപാട് വാച്ച് ഫേസസ് അവൈലബിൾ ആണ്. ഇൻഫാക്ട് 50+ വാച്ച് ഫേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വാച്ച് ഫേസ് എടുത്തിട്ട് നമുക്ക് ഫോണിലേക്ക് സ്മാർട്ട് വാച്ചിലേക്ക് സിങ്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 50+ വാച്ച് ഫേസസും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഡേറ്റ ട്രാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് അമേസ്ഫിറ്റിൻ്റെ പുതിയ GTS 2 മിനി എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 6,999 രൂപയാണ്. അപ്പോൾ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് വാച്ച് എന്ന നിലയിലേക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇൻഫാക്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. 7,000 രൂപയ്ക്ക് ഒരു നല്ല സ്മാർട്ട് വാച്ചാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും.
പ്രത്യേകിച്ച് അമേസ്ഫിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് വളരെ മികച്ച ഒരു ബ്രാൻഡാണ് സ്മാർട്ട് വാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അവർ ഒരുപാട് സ്മാർട്ട് വാച്ചസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ പുതിയ സ്മാർട്ട് വാച്ചായ GTS 2 മിനി വളരെ ഒരു മികച്ച പ്രൊഡക്റ്റാണ്. തീർച്ചയായിട്ടും 7000 രൂപയ്ക്ക് വേർത്താണ്. പ്രത്യേകിച്ച് അതിൻ്റെ ആക്യുറസി ലെവൽസും ബാറ്ററി ലെവൽസും ഒരു എക്സലൻറ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. വളരെ ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേയാണ്. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഡിസ്പ്ലേയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു Amazfit GTS 2 മിനിൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഈ വാച്ച് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആമസോണിലും Amazfitൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.